അറേബ്യയിലെ കിരീടം വെക്കാത്ത ചക്രവർത്തി എന്ന നിലയിൽ, ജനങ്ങളുടെ ചോദ്യം ചെയ്യപ്പെടാത്ത ആധ്യാത്മിക നേതാവ് എന്ന നിലയിൽ, അന്നത്തെ പ്രബലമായ സൈന്യത്തിലെ സർവ്വസൈന്യാധിപൻ എന്ന നിലയിൽ നിൽക്കുമ്പോഴല്ലേ പ്രവാചകൻ നിറകണ്ണുകളോട് ജനങ്ങളോട് പറഞ്ഞത്, ഞാൻ ആരെയെങ്കിലും ഉപദ്രവിച്ചിട്ടുണ്ട് എങ്കിൽ എന്റെ മുതുകിത് ഇതാ, നിങ്ങൾക്ക് എന്നെ ഉപദ്രവിക്കാം. ഞാൻ ആരെയെങ്കിലും അപമാനിച്ചിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് എന്നെ അപമാനിക്കാം. ഞാൻ ആർക്കെങ്കിലും പണം നൽകാനുണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചുകൊള്ളൂ, ഞാൻ നൽകാമെന്ന്. അലോക ചരിത്രത്തിൽ ഇതുപോലെയൊരു വ്യക്തിയെ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമനെ സംബന്ധിച്ച് അധികം കേട്ടിട്ടില്ലാത്ത, പഠിച്ചിട്ടില്ലാത്ത മൈക്കൽ എച്ച് ഹാർട്ട് എന്നൊരു വ്യക്തി പ്രവാചകനെ സംബന്ധിച്ച് പഠിക്കാനിടയായി. അദ്ദേഹം പഠിക്കാൻ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മാനവ സമൂഹത്തെ ഏറ്റവും അധികം സ്വാധീനിച്ച വ്യക്തിത്വങ്ങളെ തെരഞ്ഞെടുക്കാൻ അദ്ദേഹം പഠിച്ചതാണ്. എന്നിട്ട് ദ 100 എന്ന അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ ഏറ്റവും അധികം മനുഷ്യ സമൂഹത്തെ സ്വാധീനിച്ച വ്യക്തിയായി അദ്ദേഹം തെരഞ്ഞെടുത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമനെയാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, മുഹമ്മദ് is the only man who had been successful in both religious and secular levels. മതവും മതേതരവുമായ മേഖലകളിൽ ഒരുപോലെ വിജയം വരിച്ചത് മുഹമ്മദ് മാത്രമാണെന്ന്. എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്ക പറയുന്നു, മുഹമ്മദ് is the most successful of all religious personalities of the world. മത നേതാക്കളിൽ വെച്ച് ഏറ്റവും വിജയം വരിച്ചത് മുഹമ്മദാണ് എന്ന്. ഉന്നതമായ സ്വഭാവ ഗുണങ്ങൾക്കുടമയാകുന്നതിലൂടെ മാനവ സമൂഹത്തിന് മാതൃകയാകുന്നതാണ് മഹത്വത്തിന്റെ മാനദണ്ഡമെങ്കിൽ, ഏറ്റവും ഉന്നത സ്വഭാവ ഗുണങ്ങൾക്കുടമയായ പ്രവാചകനാണ് മാനവരിൽ മഹോന്നതൻ. പരിമിതമായ ജീവിത സാഹചര്യങ്ങളിൽ നിന്നും ഉന്നതമായ ജീവിത ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കുന്നതാണ് മഹത്വത്തിന്റെ മാനദണ്ഡമെങ്കിൽ, അനാഥനായി ജനിച്ച് ദരിദ്രനായി വളർനാടുകളെ മേച്ച് ജീവിച്ച സാധാരണക്കാരനായ മനുഷ്യൻ അവസാനം ഭരണാധികാരിയും ജനകോടികളെന്നും സ്വാധീനിക്കുന്ന സ്വന്തം ജീവിത രീതിയും 14 നൂറ്റാണ്ടുകളെ അതിജീവിച്ചുകൊണ്ട് ലോകത്തിന്റെ പ്രഥമ മതത്തിന്റെ സ്ഥാനത്തിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്ന ഇസ്ലാമും ഖുർആന്റെ അടിസ്ഥാനത്തിൽ നൽകിയ പ്രവാചകനാണ് മാനവരിൽ മഹോന്നതൻ. ജനഹൃദയങ്ങളിൽ കുടികൊള്ളുന്ന ആയുക്തികമായ ഭയവും അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും എന്നേക്കുമായി തുടച്ചു നീക്കുന്ന നിയമങ്ങൾ നൽകുന്നതാണ് മഹത്വത്തിന്റെ മാനദണ്ഡമെങ്കിൽ, വിശുദ്ധ ഖുർആന്റെ അടിസ്ഥാനത്തിൽ അചഞ്ചലമായ ഏകദൈവ വിശ്വാസം ലോകത്തിന് സമർപ്പിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമാണ് മാനവരിൽ മഹോന്നതൻ. ജാതിക്കും വർഗത്തിനും വർണ്ണത്തിനും അതീതമായി മനുഷ്യരെയെല്ലാം ഒന്നായി കാണുന്ന നിയമങ്ങൾ നൽകുന്നതാണ് മഹത്വത്തിന്റെ മാനദണ്ഡമെങ്കിൽ, ജാതി വർഗ വർണ്ണ ദേശജനന വ്യത്യാസമില്ലാതെ മനുഷ്യരെയെല്ലാം സാഹോദര്യത്തിന്റെ പ്രഭയിൽ ഒരേ വർണ്ണവും വർഗരഹിതവുമായ കുടുംബാംഗങ്ങളായി കാണുന്ന മഹത്തായ ഇസ്ലാമിക നിയമം ലോകത്തിന് സമർപ്പിച്ച പ്രവാചകനാണ് മാനവരിൽ മഹോന്നതൻ. ഉജ്ജ്വലമായ പ്രഭാഷണങ്ങളിലൂടെ മനുഷ്യ ഹൃദയങ്ങളിൽ കുടികൊണ്ടിരുന്ന നന്മയെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവരെ മഹത്വത്തിന്റെ മാനങ്ങളിലേക്ക് ഉയർത്താൻ സാധിച്ച പ്രവാചകൻ. യാതൊരു സൈനിക അക്കാദമിയുടെ ട്രെയിനിങ് ലഭിക്കാതെ അന്നത്തെ ലോകമഹാശക്തികളായ റോമിനെയും പേർഷ്യയെയും ജനങ്ങളെ അടിച്ചമർത്തിയിരുന്ന ആ സാമ്രാജ്യ ശക്തികളെ തകർത്തുകൊണ്ട് ജനലക്ഷങ്ങളെ മോചിപ്പിക്കാൻ സാധിച്ച പ്രവാചകൻ. സ്വന്തം സഹോദരന്റെ കഴുത്തറക്കുകയും അവനെ വഞ്ചിക്കുകയും മാത്രം ചെയ്തിരുന്ന, അതല്ലാതെ മറ്റൊന്നും അറിയാതിരുന്ന ഒരു ജനവിഭാഗത്തെ സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും സ്വർണ്ണചരടിൽ കോർത്തിണക്കാൻ സാധിച്ച പ്രവാചകൻ. മദ്യത്തിലും ലഹരി പദാർത്ഥങ്ങളിലും നീന്തിക്കൊളിച്ചിരുന്ന ഒരു ജനവിഭാഗത്തെ കൊണ്ട് ഒറ്റ ദിനം കൊണ്ട് മദ്യം തെരുവുകളിലേക്ക് ഒഴുകിക്കൊണ്ട് ജീവിതത്തിൽ ഒരിക്കൽ പോലും മദ്യം കഴിക്കുകയില്ല എന്ന് സത്യം ചെയ്യിപ്പിച്ച് ലോക ചരിത്രത്തിൽ തുല്യതയില്ലാത്ത സംഭവം സൃഷ്ടിച്ച പ്രവാചകൻ. വ്യഭിചാരത്തിലും വിവാഹേതര ലൈംഗിക ബന്ധങ്ങളിലും ഏർപ്പെട്ടിരുന്ന ഒരു ജനസമൂഹത്തെ പരിവർത്തിപ്പിക്കുകയും സംസ്കരിക്കുകയും എത്രത്തോളം എന്നാൽ, വ്യഭിചരിച്ച പുരുഷനും സ്ത്രീയും സ്വമേധയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുത്ത് വന്ന് ത്വഹിർനി യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ പ്രവാചകരെ ഞങ്ങളെ ശുദ്ധീകരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കഠിനമായ ശിക്ഷ പോലും ഏറ്റുവാങ്ങാൻ മാത്രം ആദർശധീരരാക്കി തീർത്ത പ്രവാചകൻ. പെൺകുഞ്ഞിന്റെ ജന്മം ഒരു ദുരന്തമായി, ദുഃഖമായി, ശാപമായി കണ്ടിരുന്ന ഒരു ജനവിഭാഗത്തെ കൊണ്ട് പെൺകുഞ്ഞിന്റെ ജന്മം ഒരു സന്തോഷ വാർത്തയാണെന്ന് അംഗീകരിപ്പിക്കാൻ സാധിച്ച പ്രവാചകൻ. സ്ത്രീകൾക്ക് ആത്മാവുണ്ടോ എന്ന് നോക്കി പരിഹസിച്ചിരുന്ന ഒരു ജനവിഭാഗത്തെ കൊണ്ട് സ്വർഗം മാതാവിന്റെ കാൽപാദങ്ങളുടെ ചുവട്ടിലാണ് എന്ന് ബോധ്യപ്പെടുത്താൻ സാധിച്ച പ്രവാചകൻ. സ്വന്തത്തെ അല്ലാതെ യാതൊന്നിനെയും സ്നേഹിക്കാതിരുന്ന സ്വാർത്ഥരായ ഒരു ജനവിഭാഗത്തെ ആദർശത്തിനു വേണ്ടി ജീവൻ പോലും ബലി കൊടുക്കാൻ മാത്രം ആദർശധീരരാക്കി തീർത്ത പ്രവാചകൻ. അതെ, മുഹമ്മദ് എന്ന നാഥൻ, മുഹമ്മദ് എന്ന നാട്ടിടയൻ, മുഹമ്മദ് എന്ന വ്യാപാരി, മുഹമ്മദ് എന്ന കുടുംബനാഥൻ, മുഹമ്മദ് എന്ന പ്രഭാഷകൻ, മുഹമ്മദ് എന്ന പ്രവാചകൻ, മുഹമ്മദ് എന്ന സത്യത്തിന്റെ പോരാളി, മുഹമ്മദ് എന്ന ഭരണാധികാരി, മുഹമ്മദ് എന്ന ഭരണതന്ത്രജ്ഞൻ, മുഹമ്മദ് എന്ന ന്യായാധിപൻ, മുഹമ്മദ് എന്ന നിയമജ്ഞൻ, മുഹമ്മദ് എന്ന സ്ത്രീ വിമോചകൻ, മുഹമ്മദ് എന്ന അടിമാമോചകൻ,
നൂറ്റാണ്ടുകൾ കൊണ്ട് ചെയ്തു തീർക്കേണ്ട കർമ്മസംഹിതകൾ ഇത്രയും ഹ്രസ്വമായ കാലഘട്ടത്തിനുള്ളിൽ ചെയ്തു തീർത്ത മറ്റേത് വ്യക്തിയാണ് ചരിത്രത്തിന്റെ വിരുമാറിലൂടെ കടന്നുപോയിട്ടുള്ളത്? ഇതെങ്ങനെ നേടിയെന്ന് ബോസ്വർത്ത് സ്മിത്ത് പറയുന്നു. വിത്തൗട്ട് എ സ്റ്റാൻഡിംഗ് ആർമി, without a bodyguard, without a palace, without a fixed revenue, if ever any man had the right to say that he ruled by right divine, it's Muhammad. സ്ഥിരമായൊരു സേനയില്ലാതെ, ഒരു അംഗരക്ഷകനില്ലാതെ, ഒരു രാജകൊട്ടാരമില്ലാതെ, സ്ഥായിയായ വരുമാനമില്ലാതെ ഒരു മാതൃകാ ഭരണം സംസ്ഥാപിച്ച് നടപ്പിൽ വരുത്തിയെന്ന് ആധികാരികമായി ലോകചരിത്രത്തിൽ ആർക്കെങ്കിലും പറയാൻ സാധിക്കുമെങ്കിൽ അത് മുഹമ്മദിന് മാത്രമാണെന്ന് ലമാർട്ടിൻ പറയുന്നുണ്ട്. ഫിലോസഫർ, ഒറേറ്റർ, അപ്പോസ്റ്റൽ, ലെജിസ്ലേറ്റർ, വാരിയർ, കോൺക്വറർ ഓഫ് ഐഡിയാസ്, restorer of rational dogmas of a cult without images, founder of 20 terrestrial empires and one single empire. That is Muhammad. As regard all standards by which human greatness may be measured, we may well ask, is there any man greater than he? തത്വചിന്തകൻ, വാഗ്മി, മതനേതാവ്, നിയമനിർമ്മാതാവ്, ധീരപോരാളി, ആദർശങ്ങളുടെ ജേതാവ്, പ്രതിബിംബങ്ങളില്ലാത്ത ഒരു വിശ്വാസ സംഹിതയുടെ സ്ഥാപകൻ, 20 ഭൗതിക സാമ്രാജ്യങ്ങളുടെയും ഒരാത്മീയ സാമ്രാജ്യത്തിന്റെയും മഹാസ്ഥാപകൻ, അതാണ് മുഹമ്മദ്. മനുഷ്യ മഹത്വം അളക്കാനുള്ള എല്ലാ മാനദണ്ഡങ്ങളും എടുത്ത് സസൂക്ഷ്മം അളന്നാലും നമുക്ക് ചോദിക്കാം, ഇദ്ദേഹത്തെക്കാൾ മഹാനായ മറ്റേത് വ്യക്തിയാണുള്ളതെന്ന്. ജോർജ് ബെർണാഷ പറയുന്നു, I have studied him, the wonderful man. He must be called the savior of humanity. ഞാൻ അദ്ദേഹത്തെ സംബന്ധിച്ച് പഠിച്ചിട്ടുണ്ട്. മാനവരാശിയുടെ മോക്ഷദായകനാണ് അദ്ദേഹം. മാനവരാശിയുടെ മോക്ഷദായകൻ എന്ന് ജോർജ് ബെർണാഷ വിശേഷിപ്പിച്ച പ്രവാചകനെയാണ് തിന്മയുടെ പ്രതീകമായിട്ട് ചിലർ ചിത്രീകരിക്കുന്നത്. മക്ക വിജയവേളയിൽ പ്രവാചകൻ മാപ്പ് നൽകിയപ്പോഴാണ് മാപ്പ് എന്ന പദത്തിന് ഏറ്റവും ഉന്നതമായ അർത്ഥം ലഭിച്ചതെന്ന് സ്റ്റാൻലി ലൈൻ പൂൾ വിശേഷിപ്പിച്ച പ്രവാചകനെയാണ് പ്രതികാരദാഹിയായി ചിലർ ചിത്രീകരിക്കുന്നത്. കണ്ടം വെച്ച് സ്വയം കെട്ടിയ വസ്ത്രം ധരിച്ച് ഈ മനുഷ്യൻ അനുസരണ വിധേയനായതുപോലെ ലോക ചരിത്രത്തിൽ ഒരു നേതാവിനെയും ഒരു ഭരണാധികാരിയെയും ഒരു ചക്രവർത്തിയെയും ആരും അനുസരിച്ചിട്ടില്ല എന്ന് തോമസ് കാർലിൽ വിശേഷിപ്പിച്ച പ്രവാചകനെയാണ് ഒരു ഭൗതിക മോഹിയായി ചിലർ ആക്ഷേപിക്കുന്നത്. ഏതു കോണിലൂടെ നോക്കിയാലും മുഹമ്മദ് ഒരു വ്യാജവാദിയായിരുന്നില്ല എന്ന് H.G. Wells തന്റെ ഔട്ട്ലൈൻ ഓഫ് ഹിസ്റ്ററിയിൽ വിശേഷിപ്പിച്ച പ്രവാചകനെയാണ് ഒരു വ്യാജവാദിയായി ചിലർ ചിത്രീകരിക്കുന്നത്. അദ്ദേഹത്തെ നമുക്ക് പ്രവാചകനെന്നോ കവിയെന്നോ വിളിക്കാം. എന്നാൽ അദ്ദേഹം സംസാരിക്കുമ്പോൾ ഉതിർന്നു വീഴുന്ന വാക്കുകൾ ഒരു സാധാരണ മനുഷ്യന്റെ വാക്കുകളല്ല എന്ന് ടോറാൻഡ്രോ വിശേഷിപ്പിച്ച പ്രവാചകന്റെ വചനങ്ങളെയാണ് ഒരു മാനസിക രോഗിയുടെ ജൽപ്പനങ്ങൾ എന്ന് പറഞ്ഞ ആളുകൾ ആക്ഷേപിക്കുന്നത്. ചില മാധ്യമങ്ങൾ അദ്ദേഹത്തിന്റെ യുദ്ധങ്ങളും സമരങ്ങളും ഒരിക്കലും അക്രമത്തിനും അനീതിക്കും ഏകാധിപത്യ ഭരണം സ്ഥാപിക്കാനുമായിരുന്നില്ല, മറിച്ച് സത്യത്തിനും നീതിക്കും ധർമ്മത്തിനും വേണ്ടിയും അനീതിക്കും അക്രമത്തിനും എതിരായിരുന്നുവെന്ന് വാഷിംഗ്ടൺ ഇർവിൻ വിശേഷിപ്പിച്ച പ്രവാചകന്റെ സമരങ്ങളെയാണ് സ്വാർത്ഥനായ ഒരു ഏകാധിപതിയുടെ സമരങ്ങൾ എന്ന് വിളിച്ച് ചിലർ ആക്ഷേപിക്കുന്നത്. അദ്ദേഹത്തെ സംബന്ധിച്ച് വായിക്കുമ്പോൾ എന്തെന്നില്ലാത്ത ബഹുമാനമാണ് എന്റെ മനസ്സിലെന്ന് ഡോക്ടർ റാനി ബസൻ വിശേഷിപ്പിച്ച പ്രവാചകനെയാണ് ബഹുമാനത്തിന് അർഹനല്ല എന്ന് ചിലർ പറയുന്നത്. അദ്ദേഹത്തിന്റെ സംബന്ധിച്ച്